ഓക്കെ ഗൈസ്, അപ്പോൾ 2025 ടിയാഗോ ഇ വി എൻ്റെ ബാക്ക് സൈഡിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇതുവരെയുള്ള ടിയാഗോ ഇ വിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ കിടക്കുന്ന മോഡൽ, പുതിയ മോഡലിൽ എന്തൊക്കെ ഡിഫറൻസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങ് വാ. ഏറ്റവും പുതിയതായിട്ട് പെട്ടെന്ന് എടുത്തറിയുന്നത് ഈ കളറാണ്. 2-3 കളേഴ്സ് എക്സ്ട്രാ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഈ കാണുന്ന ബ്ലൂ ആൻഡ് ഈ കാണുന്ന യെല്ലോ, ഇങ്ങനെ കുറേ കളേഴ്സ് നല്ല ഭയങ്കര എറിച്ച് നിൽക്കുന്ന രീതിയിലുള്ള കളേഴ്സ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ ഗ്രില്ല് മാറിയിട്ടുണ്ട്. ഭയങ്കര ഡീക്രോം ചെയ്ത മോഡൽ നല്ലൊരു പ്ലെയിൻ ഗ്രില്ല് ഇ വിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ടിയാഗോ ഇ വി ആണ്. ആൻഡ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊച്ചിയിലുള്ള ഇ വിയുടെ സ്പെഷ്യൽ ഡെഡിക്കേറ്റഡ് ഷോറൂമിലാണ്. നോക്കൂ, കാണിക്കൂ. ഭയങ്കര രസത്തിൽ ഇൻറ്റീരിയറൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത്, നല്ല കിടിലൻ ആംബിയൻസ് ഉള്ള ഒരു ഷോറൂം. ആൻഡ് ഇവിടെ ഇ വി മാത്രമേ ഉള്ളൂ കേട്ടോ, ഇ വിക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് തുടങ്ങിയ ഷോറൂമായത്. ആൻഡ് അപ്പോൾ ഇവിടെ വന്ന് ചുമ്മാ വണ്ടിയൊക്കെ ഓടിച്ച് വെക്കാൻ വന്നപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, യൂട്യൂബിൽ ഇതിൻ്റെ ഇതൊന്നും വീഡിയോസ് കണ്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ള ജസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു. ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. ഇവനങ്ങ് പുറകോട്ടാണല്ലോ എപ്പോഴും പോകുന്നത്. ഫ്രണ്ടിൽ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു ഹെഡ്ലൈറ്റ് യൂണിറ്റ് കാണാം. ഭയങ്കരമായിട്ട് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുള്ള ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലുക്കുള്ള ഒരു ഹെഡ്ലൈറ്റ്. ഇതിന് മുമ്പ് എനിക്ക് അത്ര ഇഷ്ടമുള്ള പരിപാടി അല്ലായിരുന്നു ഇതിൻ്റെ ഹെഡ്ലൈറ്റ്. പക്ഷേ ഇപ്പം നല്ല രസമുണ്ട്. കുറച്ചുകൂടി ഒരു പ്രീമിയം ഫീല് വണ്ടിക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് താഴത്തെ ബമ്പറാണെങ്കിലും എല്ലാം മാറിയിട്ടുണ്ട്. അതിൻ്റെ ഗ്രില്ലും എയർ വെൻറ്റും എല്ലാം മാറിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഫോഗ് ലാമ്പ് ഇല്ല, ഒരു DRL കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് മെയിൻ. പുതിയ ടാറ്റയുടെ ലോഗോ ഇവിടെ വന്നിട്ടുണ്ട്. കുട്ടു ഇവിടെ കൂടെ കാണിക്കൂ. ഓക്കെ, ജസ്റ്റ് പുറകോട്ട് പോയി കഴിഞ്ഞാൽ വണ്ടിയുടെ വലുപ്പവും നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ഇങ്ങനെയാണ് വണ്ടി നിൽക്കുന്നത്. ഭയങ്കര രസമുള്ള കളർ. ഇതിൻ്റെ യെല്ലോയ്ക്ക് പറയുന്ന പേര് ചില്ലൈം, അതാണ് ഇതിൻ്റെ യെല്ലോ കളറിന് പറയുന്ന പേര്. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന യെല്ലോ അല്ല ഇത്. ഇത് ഒരു പച്ചയാണോ അല്ല, എന്നൊരു മഞ്ഞയാണോ അല്ല, ആ ഒരു സെറ്റപ്പാണ്. സൈഡ് പ്രൊഫൈലോട്ട് പോകുമ്പോൾ ക്യാമറ അവിടെ സൈഡ് പ്രൊഫൈലോട്ട് പോകുമ്പോൾ പുതിയ അലോയ് വീലല്ലേ അതോ സ്റ്റീൽ പ്ലേറ്റ് ഹൈപ്പർ സ്റ്റൈൽ വീൽ, അതിന് അങ്ങനെയാണ് പറയുന്നത്. അലോയ് അല്ല, പക്ഷേ ഒരു വീൽ കപ്പ് പോലെ സംഭവമാണ്. പക്ഷേ കണ്ട അലോയ് പോലെ ഇരിക്കും. ആൻഡ് നേരത്തെ പോലെ തന്നെ ടയറിനൊന്നും വ്യത്യാസം ഒന്നുമില്ല. സൈഡിൽ നോക്കുവാണെങ്കിൽ വലിയ വ്യത്യാസം ഒന്നും തോന്നുന്നില്ല. ഈ കളറും ആൻഡ് മുകളിൽ ഡ്യുവൽ ടോൺ ആയിട്ട് കിട്ടുന്നുണ്ട്. സൈഡിൽ ഡോർ പാഡിലും ഒരു ബ്ലാക്ക് കളർ വരുന്നുണ്ട്. .TV സിമ്പിളുണ്ട്. അത്രയാണ് സൈഡ് പ്രൊഫൈലിൽ. ബാക്ക് സൈഡിൽ നോക്കുവാണെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ടാറ്റയുടെ ലോഗോ മാറിയിട്ടുണ്ട്. ടിയാഗോ .TV എന്ന് എഴുതിയിട്ടുണ്ട്. സെയിം ബമ്പർ, സെയിം വൈപ്പർ, സെയിം പഴയ പോലെ തന്നെ ടിയാഗോ. പിന്നെ ഷാർക്ക് ഫിൻ ആൻറ്റിന വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ മോഡലിൽ. ആൻഡ് നമുക്ക് ഇൻറ്റീരിയറിലോട്ട് കയറാം. പഴയ ടിയാഗോയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇൻറ്റീരിയർ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഓക്കെ, ക്യാമറ അപ്പുറത്ത് ചെല്ലൂ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കട്ടെ. അകത്തോട്ട് വരുമ്പോൾ ആദ്യം നമുക്ക് മാറ്റം തോന്നുന്നത് സ്റ്റിയറിംഗ് ആണ് ഗൈസ്. ഭയങ്കര രസമുള്ള, നമുക്ക് ടാറ്റയുടെ ഇഷ്ടപ്പെട്ട എല്ലാ ടാറ്റയുടെ വണ്ടികളിലും ഉണ്ടായിരുന്ന ലൈറ്റൊക്കെ കത്തുന്ന ടാറ്റയുടെ സ്വന്തം സ്റ്റിയറിംഗ് വീല് നമ്മുടെ ടിയാഗോയിലോട്ട് വന്നിട്ടുണ്ട്. ആൻഡ് മെയിനായിട്ട് പറയുമ്പോൾ 10.25 ഇഞ്ചിൻ്റെ ഒരു കിടുക്കാച്ചി HD ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് വിത്ത് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ. ആൻഡ് താഴോട്ട് വരുമ്പോൾ ടിയാഗോ ഇ വിയുടെ ഒരു ഗ്ലോസി ഫിനിഷിൽ എഴുത്തുണ്ട്. ആൻഡ് AC വെൻസ് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട് പഴയ മോഡലിൽ നിന്ന്. ഇവിടെ ആണെങ്കിൽ കുറേ ഫിസിക്കൽ സ്വിച്ചസ് നമുക്ക് കാണാൻ സാധിക്കും. 1X ഇടുമ്പോഴും റീജനറേഷൻ്റെ സ്വിച്ചസ് ഇവിടെ കാണാം, കുറയ്ക്കുന്നത്, കൂട്ടുന്നത്. ആൻഡ് ഇതൊരു ഡമ്മിയാണ്. ആൻഡ് ഹസാർഡ് ലൈറ്റിൻ്റേത്. ആൻഡ് ഇത് ചാർജിങ്ങിൻ്റെ ലിഡ് തുറക്കുന്നത് ആൻഡ് ബൂട്ട് തുറക്കുന്നതിൻ്റെ സ്വിച്ച് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. താഴോട്ട് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് AC കൺട്രോൾസ് ഇവിടെ കാണാം. ഫുള്ളി ഓട്ടോമാറ്റിക് AC ആണ്. ആൻഡ് ഇവിടെ ഓട്ടോ സ്വിച്ച് ഉണ്ട് ഓഫ് ചെയ്യാനുള്ളത്. AC എക്കോ ആണ്. എക്കോ മോഡിലാണെങ്കിൽ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള AC നമുക്ക് കിട്ടും. ആൻഡ് AC കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചുകൾ താഴെയാണെങ്കിൽ താഴോട്ട് വരുമ്പോൾ ഒരു USB പോർട്ടും ആൻഡ് 45 വോൾട്ട്സിൻ്റെ ഒരു Type C കിട്ടുന്നുണ്ട്. ആൻഡ് ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്ററും കുത്താനുള്ള സ്ഥലവും കിട്ടുന്നുണ്ട്. ആൻഡ് ഇതാണ് പഴയ പോലെ തന്നെ സെയിം ഗിയർ റോട്ടറി സ്വിച്ച് കിട്ടുന്നുണ്ട്. ഇങ്ങനെ കറക്കി റെഗുലേറ്റർ പോലെ നമുക്ക് ഗിയർ മാറ്റാൻ സാധിക്കും. ഫിസിക്കൽ ഹാൻഡ് ബ്രേക്ക്, ഇവിടെ ഒരു 12 വാട്ടിൻ്റെ അഡാപ്റ്റർ, 2 ചെറിയ കപ്പ് വെക്കാനുള്ള ഹോൾഡർ പുറകിലുള്ളത്. അതൊക്കെ തന്നെയാണ് മെയിൻ. ബാക്കി പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളായിട്ട് എടുത്തു പറയത്തക്ക വണ്ണമൊന്നുമില്ല. ആൻഡ് ഈ കാണുന്ന സ്റ്റിയറിംഗ് വീലും ഈ കാണുന്ന ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും പുതിയ കളേഴ്സൊക്കെയാണ് ടിയാഗോയിൽ നല്ല വ്യത്യാസമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത പുതിയ മാറ്റങ്ങൾ. ആൻഡ് ഇത് ടെലിസ്കോപ്പിക് ഇല്ല, ജസ്റ്റ് ടിൽറ്റ് മാത്രമേ ഉള്ളൂ. ഇത് മാത്രമേ നമുക്കിതിനകത്ത് കിട്ടുന്നുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു X1-നകത്തും എല്ലാം അങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. ആൻഡ് പുതിയ അപ്ഡേറ്റ് വന്നതിനകത്തും താഴെ നോക്കുവാണെങ്കിൽ വലിയൊരു കുപ്പി ഇരിക്കത്തില്ല. ആൻഡ് ഒരു കുപ്പി നോർമലായിട്ടിരിക്കും. ആൻഡ് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. സ്പീക്കർ യൂണിറ്റ് വരുന്നുണ്ട്. പഴയ പോലെ തന്നെ സ്വിച്ചസ് വരുന്നുണ്ട്. ഡോർ ഹാൻഡിൽ, ഇവിടെ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്. ഇതാണ് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഹൈറ്റും. ആൻഡ് പുറകോട്ട് നീക്കാനുള്ളതെല്ലാം അവിടെ തന്നെയുണ്ട്. ആൻഡ് ഇത് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്ലൗ ബോക്സ് തുറന്നു വന്നു കഴിയുമ്പോൾ നൈസ്, ഇത്രേ ഉള്ളൂ.
ഭയങ്കര സ്ലോ ഓപ്പണിംഗ് ആണ് കണ്ടോ, ഭയങ്കര പ്രീമിയം ഫീലിൽ നമുക്ക് ഗ്ലൗ ബോക്സ് അത്യാവശ്യം സ്പേസ് ഉണ്ട്, പക്ഷേ ലൈറ്റും AC ഒന്നും ഇല്ല, ചിൽഡൊന്നും അല്ല. പുതിയ അപ്ഡേറ്റിൽ കണ്ട് ഇവിടെ നമുക്ക് ടിക്കറ്റ് വെക്കാനുള്ളൊരു ഹോൾഡർ ആൻഡ് ഇവിടെയും ടിക്കറ്റ് വെക്കാനുള്ളൊരു സംഭവം നമുക്ക് ഇൻബിൽഡ് കിട്ടുന്നുണ്ട്. ആൻഡ് ഇവിടെ ആണെങ്കിൽ ഗ്ലാസ് വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ മൈക്ക്, ഇവിടെ LED ലൈറ്റ്. നമ്മൾ ബാക്ക് സൈഡിൽ ഇരിക്കുവാണെങ്കിൽ ഞാൻ പറയാം, ഈ ഒരു സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. വണ്ടിയിൽ ഇരിക്കാനാണെങ്കിൽ അടിപൊളി, നല്ല ഹെഡ് റൂം ഉണ്ട് കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ഹെഡ് റൂം ഉണ്ട്. ഫുൾ സീറ്റ് ബാക്കിലോട്ടും ഒരു മിഡിൽ പൊസിഷൻ ഇട്ടേക്കുവാണ്. ഇത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്, എന്നിട്ട് പോലും ഇരിക്കുന്നില്ല, കാരണം ഇത് സ്കൂപ്പായിട്ടാണ് ഇരിക്കുന്നത്. സോ നല്ല സ്പേസ് ഉണ്ട്. റിയർ AC വെൻ്റ് ഇല്ല, പക്ഷേ പെട്ടെന്ന് തന്നെ നടക്കും, EV അല്ലേ. സോ ആൻഡ് സൈഡിലാണെങ്കിലും ഇവിടെ ട്വീറ്റേഴ്സ് നമുക്ക് കാണാം, പിടിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് 2 പേർക്ക് മാത്രമേ ഉള്ളൂ, നടക്കില്ല. ഇറ്റ്സ് ഓക്കെ. കപ്പ് ഹോൾഡേഴ്സ് ഒന്നുമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ബാക്ക് സൈഡിൽ ഇരിക്കാം. നമുക്ക് 8 ലക്ഷത്തി സംതിങ് രൂപയ്ക്ക് ബേസ് വേരിയൻറ്റ് ഓൺ റോഡിൽ ഇറക്കാം. ആൻഡ് 11,90,000 12 ലക്ഷം രൂപയ്ക്ക് ഫുൾ ഓപ്ഷൻ നമുക്ക് ഈ ടിയാഗോ പുതിയ .EV നമുക്ക് ഓൺ റോഡിൽ ഇറക്കാൻ സാധിക്കും. ബോണറ്റ് തുറന്ന് കാണിച്ചില്ല. ബോണറ്റ് തുറക്കുമ്പോൾ അത്രേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നും പറയാനുള്ള. പണ്ടത്തെ പോലൊക്കെ തന്നെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പവറിലും കാര്യത്തിലും ആൻഡ് ചാർജിങ് സ്പീഡൊന്നും കൂടിയിട്ടില്ല. സെയിം പണ്ടത്തെ മോട്ടർ, സെയിം പണ്ടത്തെ ബാറ്ററി പാക്ക്, സെയിം എല്ലാം എക്സാക്റ്റ് തന്നെ. ലുക്കിലും കോസ്മെറ്റിക് ചേഞ്ചസുമാണ്, നടന്നില്ല, ലുക്കിലും കോസ്മെറ്റിക് ചേഞ്ചസിലുമാണ് നല്ല ഡിഫറൻസ് വന്നിരിക്കുന്നത്. സോ ഇത്രേ ഉള്ളൂ ടിയാഗോ .EV പുതിയതിന് കാണിക്കാനും പറയാനുമായിട്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ളവർ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനൽ ഇനി തൊട്ട് വണ്ടിയുടെ വീഡിയോസ് കാണും.